നാളത്തെ ദിവസം പ്രധാനപ്പെട്ട ദിവസമാണ്. നാളെയാണ് ധവളപത്രം. സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി സംബന്ധിച്ച കൃത്യമായ ഒരു വിവരണം നിയമസഭയുടെ മേശപ്പുറത്തേക്ക് വരിക. ഇന്ന് തന്നെ ധവളപത്രം തയ്യാറാക്കാൻ ചുമതലപ്പെട്ടിരിക്കുന്ന കമ്മിറ്റി സർക്കാരിന് ധവളപത്രം കൈമാറും. ഈ ധവളപത്രം വെറുമൊരു സാമ്പത്തിക രേഖ മാത്രമല്ല, സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ വിവാദങ്ങളും ചർച്ചകൾക്കും ഇടവയ്ക്കുന്ന ഒരു പ്രധാനപ്പെട്ട രേഖ കൂടിയായി മാറുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. 2-3 കാര്യങ്ങളിൽ വ്യക്തത ഉണ്ടാവണം. ഒന്ന്, സംസ്ഥാനത്തിൻ്റെ ഖജനാവിൽ പൂച്ച പെറ്റ് കിടക്കുകയാണ് എന്ന ആക്ഷേപത്തിനുള്ള മറുപടിയായി ഇത് മാറുമോ? ഇതിൻ്റെ വസ്തുത എന്താണ്? പാപ്പരാക്കിയിട്ടാണ് ഇടത് സർക്കാർ കളമൊഴിഞ്ഞത് എന്ന AK ആന്റണിയുടെ പ്രസ്താവന ശരിയോ തെറ്റോ? അതിനുള്ള മറുപടി ഈ ധവളപത്രത്തിൽ ഉണ്ടാവും. ഇന്നലെയാണ് നിയമസഭയിൽ ധവളപത്രം പുറത്തിറക്കും, നിങ്ങൾ വരുത്തിവെച്ച കടം ഞങ്ങൾ അടയ്ക്കണ്ടേ എന്ന ചോദ്യം സംസ്ഥാനത്തിൻ്റെ ധനവകുപ്പിൻ്റെ ചുമതല കൂടിയുള്ള മുഖ്യമന്ത്രി VD സതീശൻ ചോദിച്ചത്. എന്നാൽ ഇങ്ങനെ ഒരു ഉമ്മാക്കി കാണിച്ച് പേടിപ്പിക്കേണ്ടെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയനും മറുപടി നൽകിയിട്ടുണ്ട്. ഒടുവിൽ ധവളപത്രം നാളെ വരികയാണ്. ഒരു വൈറ്റ് പേപ്പർ എന്നത് എല്ലാ അർത്ഥത്തിലും ഒരു പൊളിറ്റിക്കൽ പ്രസ്താവനയ്ക്കപ്പുറം, രാഷ്ട്രീയ പ്രസ്താവനയ്ക്കപ്പുറം ഒരു കൃത്യമായ രേഖയാണ്. ഇത്തവണ ധവളപത്രം സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി വ്യക്തമാക്കുന്ന രേഖ മാത്രമായിരിക്കില്ല, മറിച്ച് ഇനി അങ്ങോട്ടേക്ക് നമ്മൾ ചെയ്യേണ്ട ചില പ്രധാനപ്പെട്ട കാര്യങ്ങളുടെ സൂചകം കൂടിയായി ഈ ധവളപത്രം, ഈ വൈറ്റ് പേപ്പർ മാറുമെന്നാണ് പ്രധാനപ്പെട്ട കാര്യം. മുൻ ക്യാബിനറ്റ് സെക്രട്ടറി കൂടിയായ KN ചന്ദ്രശേഖരൻ അധ്യക്ഷനായ ഒരു സമിതിയാണ് ധവളപത്രം തയ്യാറാക്കാനായി മന്ത്രിസഭായോഗം, ആദ്യ മന്ത്രിസഭ തന്നെ ചുമതലപ്പെടുത്തിയത്. അപ്പോൾ പാപ്പരാക്കി ഖജനാവ് കാലിയാക്കിയിട്ടാണോ മുൻ ഇടതു സർക്കാർ കളമൊഴിഞ്ഞത്? അതല്ല, ഞങ്ങൾ പോകുമ്പോഴും 6000-ൽ പരം കോടി രൂപ ഖജനാവിൽ ബാക്കിയുണ്ടായിരുന്നുവെന്ന മുൻ ധനമന്ത്രി KN ബാലഗോപാലിൻ്റെ നിലപാട് ശരിയോ? ഏതാണ് വസ്തുത എന്ന പ്രധാനപ്പെട്ട കാര്യം നാളെ ഒന്ന് വ്യക്തമാവും. 2, നിലവിൽ നമുക്കുള്ള കടമെത്ര, കടമടുപ്പ് അടച്ചു തീർക്കാനുള്ള പദ്ധതി എന്താണ്, പുതിയ വരുമാന സാധ്യതകൾ എന്താണ്, കിഫ്ബി അടക്കമുള്ള വിവാദ വിഷയങ്ങളിലെ ഇനി മുന്നോട്ട് പോക്ക് എന്തൊക്കെയാവണം, ഇത് സംബന്ധിച്ച ശുപാർശകൾ ഇതിലുണ്ടോ എന്ന പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. 19-ന് നിയമസഭയിൽ സംസ്ഥാന ബജറ്റ് അവതരിപ്പിക്കാൻ പോവുകയാണ്. അതിന് മുമ്പായിട്ടാണ് ഈ ധവളപത്രം സഭയുടെ മേശപ്പുറത്തേക്ക് വരുന്നത് എന്നതും വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. അങ്ങനെ എല്ലാ തരത്തിലും വെറുമൊരു സാമ്പത്തിക രേഖ എന്നതിനപ്പുറം സംസ്ഥാന രാഷ്ട്രീയത്തിൽ വലിയ രീതിയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു രാഷ്ട്രീയ പത്രം കൂടിയായി ഈ ധവളപത്രം മാറുന്നു എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആദ്യം നമുക്കൊന്ന് വിശദമായി നോക്കാം എന്താണ് ധവളപത്രം എന്ന കാര്യം. നോക്കൂ, നിലവിലെ സാമ്പത്തിക അവസ്ഥ വിശദമാക്കുന്ന ഒരു ഔദ്യോഗിക രേഖയാണ് ധവളപത്രം, വൈറ്റ് പേപ്പർ. എല്ലാ സർക്കാരുകളും കാലാനുസൃതത്തിൽ, അത് കേന്ദ്രത്തിലായാലും കേരളത്തിലായാലും, സർക്കാരുകൾ മാറുന്നതനുസരിച്ച് മുൻ സർക്കാരിൻ്റെ സാമ്പത്തിക അവസ്ഥ, അവർ ബാക്കി വെച്ച് പോയത് എന്ത് എന്ന് വ്യക്തമാക്കുന്ന ഒരു വൈറ്റ് പേപ്പർ, ഒരു ധവളപത്രം പുറത്തിറക്കാറുണ്ട്. അതിലൂടെ പൊതുജനങ്ങൾക്ക് മുന്നിൽ ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ, ഇനി വേണം ഞങ്ങൾ തുടങ്ങാൻ എന്നൊന്ന് ബോധിപ്പിച്ച ശേഷം മുന്നോട്ട് പോകുന്നു എന്നതാണ് ഈ ധവളപത്രത്തിൻ്റെ അടിസ്ഥാനം. അപ്പോൾ നിലവിലെ സാമ്പത്തിക അവസ്ഥ വിശദമാക്കുന്ന ഒരു ഔദ്യോഗിക രേഖ എന്നതാണ് ധവളപത്രത്തിൻ്റെ പ്രധാനപ്പെട്ട പ്രത്യേകത. സർക്കാരിൻ്റെ വരുമാനവും ചെലവുകളും സംബന്ധിച്ചുള്ള ഇപ്പോഴത്തെ ചിത്രം അതിൻ്റെ അകത്തുണ്ടാവും. പൊതുകടവും സാമ്പത്തിക ബാധ്യതകളും എന്തായിരിക്കുമെന്ന കാര്യത്തിൽ ഒരു വ്യക്തത നൽകുന്നതാവും ഈ വൈറ്റ് പേപ്പർ. മറ്റൊന്ന്, നിലവിലുള്ള നികുതി വരുമാനം എത്ര, നികുതി വരുമാനത്തിൽ വർധനവുണ്ടായോ കുറഞ്ഞോ തുടങ്ങിയ കാര്യങ്ങളൊക്കെ വിലയിരുത്തുന്നതായി ഈ ധവളപത്രം മാറുന്നു. വികസന പദ്ധതികളുടെ ധനസ്ഥിതി എന്തെന്ന കാര്യത്തിൽ വരും. സാമ്പത്തിക വളർച്ചയും വെല്ലുവിളികളും ഇത് കൃത്യമായി സൂചിക്കപ്പെടും. കേരളത്തിൽ സാമ്പത്തിക വളർച്ച ഉണ്ടായോ വെല്ലുവിളി ഉണ്ടായോ, അതായത് നിലവിലുള്ള അവസ്ഥ മാത്രമല്ല സാമ്പത്തിക വളർച്ചയോ എന്ന കാര്യത്തിലൊക്കെ സൂചകമുണ്ടാവും. മുൻ സർക്കാർ സാമ്പത്തിക അവലോകന റിപ്പോർട്ടുകൾ ഈ പ്ലാനിംഗ് ബോർഡ് കാലാകാലങ്ങളിൽ നിയമസഭയിൽ ഓരോ വർഷവും അവതരിപ്പിക്കുന്നതാണ്. പക്ഷേ അതിനുമപ്പുറം പുതിയ സർക്കാർ, അവർ നിയമിച്ച സമിതി തയ്യാറാക്കുന്ന റിപ്പോർട്ട് എന്ന പ്രത്യേകത ഇതിനുണ്ടാവും. ഒപ്പം മുൻ സർക്കാരിൻ്റെ സാമ്പത്തിക തീരുമാനങ്ങളുടെ ഒരു വിലയിരുത്തൽ, മുൻ സർക്കാർ എടുത്ത സാമ്പത്തിക തീരുമാനങ്ങൾ, പൊളിറ്റിക്കൽ സ്റ്റേറ്റ്മെൻറ്റ് ഇപ്പോൾ നേതാക്കൾ നടത്തുന്നതല്ല, മുൻ സർക്കാരിൻ്റെ ആ സാമ്പത്തിക തീരുമാനങ്ങൾ സംസ്ഥാനത്തിന് വെല്ലുവിളിയാക്കിയോ ഇല്ലയോ എന്ന ഒരു പ്രകടനം കൂടി ഈ വിദഗ്ധരടങ്ങുന്ന ഒരു സമിതിയുടെ റിപ്പോർട്ടിലുണ്ടാവും. ചില പൊളിറ്റിക്കൽ താല്പര്യങ്ങളൊക്കെ ഒരു പക്ഷേ അതിൽ പ്രതിഫലിച്ചേക്കാമെങ്കിൽ കൂടിയും ഈ ധവളപത്രം ഒരു ഔദ്യോഗിക രേഖയാകുന്നു എന്ന പ്രത്യേകത കൂടിയുണ്ട്. മറ്റൊന്ന്, ഭാവിയിൽ സ്വീകരിക്കാനിരിക്കുന്ന നടപടികൾ, അതായത് ബജറ്റ് പ്രഖ്യാപിക്കാൻ പോവുകയാണ്. അപ്പോൾ ഈ ബജറ്റിൽ ഉണ്ടാവാൻ സാധ്യതയുള്ള നയപരിപാടികളുടെ ഒരു സൂചകം കൂടി ധവളപത്രം ഉണ്ടാകും. അപ്പോൾ ഇത്തവണത്തെ ധവളപത്രം ഉറപ്പാണ്, അതിന് രാഷ്ട്രീയ പ്രാധാന്യം ഉണ്ടാകും. ഒപ്പം ബജറ്റിലേക്കുള്ള ഒരു സൂചകം കൂടിയായി ധവളപത്രം മാറുന്നു എന്നതാണ് വളരെ പ്രധാനപ്പെട്ട കാര്യം. അതുകൊണ്ട് നാളത്തെ ദിവസം നിർണായകമാണ് ഈ ധവളപത്രം എന്ത് എന്നുള്ളത്. ഇനി നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഈ ധവളപത്രം ഉണ്ടാക്കാൻ സാധ്യതയുള്ള രാഷ്ട്രീയ പ്രതിസന്ധി, രാഷ്ട്രീയ ചർച്ചകൾ, രാഷ്ട്രീയ പ്രാധാന്യം എന്താ എന്ന കാര്യം കൂടി നോക്കൂ. ധവളപത്രം മോശം ധനസ്ഥിതി എന്നാണ് റിപ്പോർട്ടെങ്കിൽ ഇടതുമുന്നണിക്ക് വലിയ വെല്ലുവിളി ഉണ്ടാക്കും. കാരണം നിങ്ങൾ
ഭരിച്ച് ഇറങ്ങിപ്പോയത് സംസ്ഥാനത്ത് വലിയ കടക്കണി ഉണ്ടാക്കിയാണ് എന്ന ആക്ഷേപം ഇപ്പോൾ തന്നെ സർക്കാരിൻ്റെ ഭാഗമായി നിൽക്കുന്നവർ ഉന്നയിക്കുന്നുണ്ട്. എ കെ ആന്റണിക്ക് സമാനമായി ആ പ്രസ്താവനകൾ വന്നിട്ടുണ്ട്. ധനവകുപ്പിൻ്റെ ചുമതലയുള്ള വി സതീശൻ ദിവസം പക്ഷേ അത്തരം കാര്യങ്ങളൊന്നും പറഞ്ഞിട്ടില്ല. പക്ഷേ ഇന്നലെ റൂൾ 50 നോട്ടീസ് ഈ അധിക ഇന്ധന നികുതി വർധനവുണ്ടായപ്പോൾ ഇന്ധനത്തിൻ്റെ വില വർദ്ധിച്ചപ്പോൾ അധികമായി കിട്ടുന്ന നികുതി വിട്ടുവീഴ്ച ചെയ്തുകൂടെ, സംസ്ഥാനം വേണ്ടെന്ന് വെച്ചുകൂടെ എന്ന ചോദ്യം വന്നപ്പോൾ നിങ്ങൾ കടമുണ്ടാക്കി, ഞങ്ങൾ ധവളപത്രം വെക്കട്ടെ, അപ്പോൾ നിങ്ങൾക്ക് അതിൻ്റെ വ്യാപ്തി അറിയാൻ പറ്റും എന്നൊരു പ്രസ്താവന അദ്ദേഹം നടത്തിയിരുന്നു. അതിനപ്പുറം സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതി സംബന്ധിച്ച സൂചകങ്ങളൊന്നും ഇതുവരെയും സാമ്പത്തിക വിദഗ്ധൻ കൂടിയായ മുഖ്യമന്ത്രി ഇതുവരെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതിലൊരു വ്യക്തത ഉണ്ടാവുമെന്ന് കരുതാം. അപ്പോൾ മോശം ധനസ്ഥിതി എന്നാണ് റിപ്പോർട്ടെങ്കിൽ അത് ഇടതുമുന്നണിക്ക് ഉണ്ടാക്കുന്ന രാഷ്ട്രീയ വെല്ലുവിളി ചെറുതല്ല. സഭയിലടക്കം അത് ചർച്ച ചെയ്യപ്പെടും. ഇത്ര പാപ്പരാക്കിയിട്ടാണോ ഇറങ്ങിപ്പോയത്, നിങ്ങൾ നടത്തിയ ധൂർത്ത്, ഇതൊക്കെ ആ രീതിയിൽ ചർച്ചയിലേക്ക് വരാം. മറ്റൊന്ന്, മെച്ചപ്പെട്ട അവസ്ഥയെന്നാണെങ്കിൽ LDF തലയുയർത്തി നിൽക്കാൻ കഴിയും. കാരണം ക്ഷേമ പെൻഷനുകളൊന്നും കുടിശ്ശികയില്ലാതെ കൊടുത്തു കഴിഞ്ഞു. മറ്റു കാര്യമായ പൊതുജീവനങ്ങൾക്ക് ഉള്ള വെല്ലുവിളികളോ അവർക്ക് കുടിശ്ശികളൊന്നും കാര്യമായിട്ടില്ല. സർക്കാർ ജീവനക്കാർക്കുള്ള ആനുകൂല്യങ്ങളും ഏറെക്കുറെ കൃത്യമായി കൊടുത്തു കഴിഞ്ഞു. അങ്ങനെ ഇറങ്ങിപ്പോകുമ്പോഴും ധനസ്ഥിതി ഏറെക്കുറെ ഭേദപ്പെട്ടു എന്ന ഒരവസ്ഥയെ, ഒരു കണക്കാണ് പുറത്തു വരുന്നതെങ്കിൽ അത് നൽകുന്ന ഇടതുപക്ഷത്തിനുള്ള നേട്ടം ചെറുതല്ല. ഞങ്ങൾ ഇറങ്ങിപ്പോയി, ഞങ്ങൾക്ക് ഭരണം നഷ്ടപ്പെട്ടെങ്കിലും ഞങ്ങൾ മിച്ചമുണ്ടായിരുന്നു, 1000 കോടി ഉണ്ട് എന്നതാണ് മുൻ ധനമന്ത്രി പറയുന്നത്. ആ കണക്ക് ശരിയായാലും തെറ്റായാലും ഏറെക്കുറെ മെച്ചപ്പെട്ട ഒരു ധനസ്ഥിതി എങ്കിൽ സ്വാഭാവികമായും അത് പൊളിറ്റിക്കലി അത് പറഞ്ഞു നിൽക്കാൻ കഴിയുമെന്നതാണ് സാഹചര്യം. സാമ്പത്തിക അവസ്ഥ മോശമെങ്കിൽ പ്രകടന പത്രികയിലെ പ്രഖ്യാപനം നടപ്പാക്കാൻ സർക്കാരിന് സാവകാശം കിട്ടും. അതൊരു പ്രധാനപ്പെട്ട കാര്യമാണ്. കാരണം മുൻ സർക്കാർ വരുത്തിവെച്ച സാമ്പത്തിക കെണി മൂലം ഞങ്ങളുടെ അവസ്ഥ മോശമാവുകയാണ്. സർക്കാർ ഇങ്ങനെ ദൂർത്ത് നടത്തിയാണ് ഇറങ്ങിപ്പോയത് മുൻ സർക്കാർ. അതുകൊണ്ട് ഞങ്ങൾ പറഞ്ഞ കാര്യങ്ങൾ, ഞങ്ങൾ വാഗ്ദാനം ചെയ്ത കാര്യങ്ങൾ നടപ്പിലാക്കാൻ സാവകാശം വേണ്ടിവരും എന്നൊരു വാദം അവർക്ക് മുന്നോട്ട് വയ്ക്കാനുള്ള ഒരു പിടിവള്ളിയായ ഒരു പക്ഷേ സാമ്പത്തിക സ്ഥിതിയിലെ ഈ അവസ്ഥ മാറും എന്നൊരു പ്രധാനപ്പെട്ട കാര്യം കൂടിയുണ്ട്. കാരണം വലിയ ചിലവ് വരുന്ന പ്രഖ്യാപനങ്ങളും അവകാശവാദങ്ങളുമാണ് UDF മുന്നോട്ട് വെച്ചിരിക്കുന്നത്. അത് നടപ്പിലാക്കാൻ ചെറിയൊരു സാവകാശം ഒരു പക്ഷേ അവർക്ക് അവകാശപ്പെടാൻ മുന്നോട്ട് വെക്കാൻ കഴിയും ധനസ്ഥിതി മോശമാണെങ്കിൽ എന്നൊരു കാര്യമുണ്ട്. മറ്റൊന്ന്, ധവളപത്രത്തെ ചൊല്ലി ഭരണ പ്രതിപക്ഷങ്ങൾ തമ്മിലുള്ള ഏറ്റുമുട്ടലിൻ്റെ സാധ്യത. നിയമസഭയ്ക്ക് അകത്തും പുറത്തും ഞാൻ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഏറ്റുമുട്ടൽ സാധ്യതകളിലേക്കാണ് പോകുന്നത്. ധവളപത്രം ഒരു രാഷ്ട്രീയ പത്രമായി മാറുകയാണ്. അതിൻ്റെ അകത്തെ ഉള്ളടക്കം സ്വാഭാവികമായി വലിയ നീക്കങ്ങൾക്ക് ഇടവെക്കുകയും ചെയ്യുന്നു. ഇനി ഈ ധവളപത്രം സംസ്ഥാനത്തിൻ്റെ ധനസ്ഥിതിയും ഇനി മുന്നോട്ട് പോക്കും മാത്രമാണോ പരാമർശിക്കാൻ പോകുന്നത്? മറ്റേതെങ്കിലും പ്രധാനപ്പെട്ട കാര്യങ്ങൾ പങ്കുവയ്ക്കുമോ എന്ന ചോദ്യം കൂടിയുണ്ട്. അവിടെയാണ് പ്രസക്തമായ ഒരു കാര്യം വരുന്നത്. കിഫ്ബി എങ്ങനെയാണ് കിഫ്ബിയുടെ പ്രവർത്തനം ഇനി വേണ്ടത്? കാരണം വലിയ തരത്തിൽ സംസ്ഥാനത്തിൻ്റെ ധനാഗമ മാർഗമാണ് കിഫ്ബിയെ കേന്ദ്രീകരിച്ചുകൊണ്ടായിരുന്നു നമ്മുടെ പദ്ധതികൾ. എല്ലാ ബജറ്റുകളിലും കിഫ്ബി എന്ന പ്രഖ്യാപനങ്ങളാണ് എപ്പോഴും നമ്മൾ കേട്ടത്. അപ്പോൾ UDF ആ കിഫ്ബിയെ ഏറ്റെടുക്കുമോ എന്ന ചോദ്യമാണ്. അവിടെ ഒരു ഉത്തരം കൂടി ഉണ്ടാവുന്നത്. ഇതിനകം തന്നെ ചില സൂചനകൾ വരുന്നു. കിഫ്ബിയുടെ പ്രവർത്തനമാകെ തന്നെ മാറ്റിമറിക്കാൻ UDF സർക്കാർ തയ്യാറെടുക്കുന്നു എന്ന കാര്യമാണ്. ഒന്ന്, വലിയ ശമ്പളം വാങ്ങുന്നവരെ പലരെ ഒഴിവാക്കും. ആ രീതിയിൽ ദൂരത്ത് നടത്തിയത് നടപ്പിലാക്കേണ്ടതില്ല. അതിൻ്റെ പ്രവർത്തന മാനദണ്ഡവും സ്ട്രക്ചറും മാറ്റിമറിക്കും എന്ന ഒരു ചില സൂചനകൾ വരുന്നുണ്ട്. കാരണം കിഫ്ബി എടുത്ത ചില വിവാദ തീരുമാനങ്ങൾ കഴിഞ്ഞ സർക്കാർ, പിണറായി സർക്കാരിൻ്റെ, രണ്ടാം പിണറായി സർക്കാരിൻ്റെ അവസാന കാലത്ത് സർക്കാരിൻ്റെ പ്രൊമോഷണൽ പരിപാടികൾക്ക് വേണ്ടി കിഫ്ബി പണം ചെലവഴിച്ചു എന്ന ആക്ഷേപമുണ്ട്. ആ കണക്കുകൾ പരിശോധിക്കപ്പെട്ട ഒരു പക്ഷേ അന്വേഷണം നടന്നേക്കാം. അങ്ങനെയെങ്കിൽ പലരും കുടുങ്ങും. ഇതൊക്കെയാണ് പറയുന്നത്. കിഫ്ബിയുടെ മുൻ CEO ആയിരുന്നു ഇടതുപക്ഷത്തിൻ്റെ കാലത്ത് KM എബ്രഹാം. എന്തായാലും ഭരണം മാറിയതോടുകൂടി തന്നെ അദ്ദേഹവും രാജിവെച്ച് ഒഴിഞ്ഞിരിക്കുകയാണ്. അപ്പോൾ അന്വേഷണം ഉണ്ടായാൽ അത് ആർക്കൊക്കെ നേരെ ഉണ്ടാകുമെന്നതും പ്രധാനപ്പെട്ട കാര്യമാണ്. അപ്പോൾ കിഫ്ബി പൊളിച്ചെഴുതുമെന്ന് ഏറെക്കുറെ ഉറപ്പാണ്. ഈ ധവളപത്രത്തിലും അതിൻ്റെ സൂചനകൾ ഉണ്ടാവും, അത്തരം ശുപാർശകൾ ഉണ്ടാവും. അതിൻ്റെ അടിസ്ഥാനത്തിലാവും ബജറ്റിൽ ചില പ്രഖ്യാപനങ്ങൾ വരാൻ പോകുന്നത് എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ ബജറ്റിൽ ഉൾപ്പെടാൻ പോകുന്ന പ്രഖ്യാപനങ്ങളുടെ സൂചകം ധവളപത്രമായിരിക്കുമെന്നതാണ് ഏറ്റവും പ്രധാനം. അതുകൊണ്ട് തന്നെ ഈ ധവളപത്രത്തിൻ്റെ പ്രാധാന്യം ഏറെ വലുതാണ്. ഇനിയും തീരുന്നില്ല. ധവളപത്രം ധനസ്ഥിതി മാത്രമല്ല, പുതിയ ധനാഗമ മാർഗങ്ങൾ എന്തൊക്കെ എന്ന ശുപാർശയും ഈ ധവളപത്രത്തിൽ ഉൾപ്പെട്ടേക്കാം. കാരണം ചിലവുകൾ നടത്തുക മാത്രമല്ലല്ലോ, പുതിയ ധനം കണ്ടെത്താനുള്ള സാധ്യതകൾ ഉണ്ടാവണ്ടേ? അതായത് സർക്കാർ നിരക്കുകൾക്കുള്ള, സർക്കാരിൻ്റെ വിവിധ സേവനങ്ങൾക്കുള്ള നിരക്കുകൾ വർദ്ധിപ്പിക്കാതെ തന്നെ ധനാഗമ മാർഗങ്ങളുണ്ട്. അത് കണ്ടെത്താൻ എത്ര കണ്ട് കാര്യശേഷിയും വൈദഗ്ധ്യവും ഭാവനയും ഒരു സർക്കാരിനുണ്ടാകും എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. ആദ്യ മന്ത്രിസഭയിൽ പുതിയ ധനാഗമ മാർഗങ്ങളൊന്നും പ്രഖ്യാപിക്കപ്പെട്ടില്ല. അത്തരം സാധ്യതകളൊന്നും ഉണ്ടായില്ല. എല്ലാം ചെലവ് ചെയ്യുന്ന കാര്യങ്ങളാണ്. അപ്പോൾ പുതിയ സാധ്യതകളിലേക്ക് ഈ ധവളപത്രത്തിൻ്റെ സൂചന ഉണ്ടാകുമോ എന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അങ്ങനെയെങ്കിൽ അത് ഈ ബജറ്റിൽ ഉൾപ്പെടാനുള്ള സാധ്യതയും ചെറുതല്ല. കാരണം ഒരു സാമ്പത്തിക വർഷം പൂർണ്ണമായി ഇല്ലെങ്കിൽ കൂടിയും ഏറെക്കുറെ വിശാലമായൊരു
മാസങ്ങൾ ഇനി മുന്നിൽ ഈ സർക്കാരിന് ഈ സാമ്പത്തിക വർഷം തന്നെയുണ്ട്. അതുകൊണ്ട് തന്നെ പുതിയ ബജറ്റ് ആ രീതിയിൽ റീസ്ട്രക്ചർ ചെയ്യും. ആ റീസ്ട്രക്ചർ ചെയ്യുന്നതിന് വേണ്ടിയുള്ള സൂചകങ്ങളും ശുപാർശകളും ഈ ധവളപത്രത്തിൽ ഉണ്ടാകുമെന്നതാണ് പ്രധാനപ്പെട്ട കാര്യം. അപ്പോൾ നാളെ ധവളപത്രം നിയമസഭയിൽ എത്തുന്നത് നിർണായകമാണ്. അതിൻ്റെ തുടർ ചർച്ചകൾ നിർണായകമാണ്. എന്തൊക്കെയാണ് ഈ വൈറ്റ് പേപ്പറിൻ്റെ സൂചകങ്ങൾ, അതുണ്ടാക്കുന്ന രാഷ്ട്രീയ വിവാദങ്ങൾ എന്ത് എന്നതൊക്കെ ഏറെ പ്രാധാന്യമുള്ളതാണ്. നമുക്ക് കാത്തിരിക്കാം എന്താണ് ധവളപത്രം പറയാൻ പോകുന്നതെന്ന്.